പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ജൂൺ 21 ശനിയാഴ്ച കർത്താവെ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമസന്ധികൾ ചിലപ്പോൾ ആരെങ്കിലുമായിട്ടുള്ള സമാധാന ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം, പ്രത്യേക ദൗത്യം, പ്രത്യേക ഉദ്ദേശം. അത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നാണ് തീരുമാനിക്കേണ്ടത്, മുന്നോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ളത്. അങ്ങനെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. കാലവർഷത്തിന് ദയനീയത അനുഭവിക്കുന്നവരുണ്ട്. രോഗികളായ വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ പോലും തണുപ്പ് മാറാതെ വിശപ്പിനോടും രോഗത്തോടും പട്ടിണിയോടും മല്ലിടുന്നവരുണ്ട്. കുടുംബത്തിൽ നിരാലംബരായി പോയവരുണ്ട്. അവർക്കെല്ലാം കർത്താവെ സന്ധിപ്പിൻ്റെ ഒരു സമുദ്രം കണ്ടെത്താൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു.
സന്മനസ്സുള്ളവരുടെ സന്ധിപ്പ് ലഭിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. പഠന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മക്കളെ, ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അതിൻ്റെ സീറ്റുകൾ ഇപ്പോഴും കിട്ടാത്ത മക്കളെ, പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി ക്ലേശം അനുഭവിക്കുകയും വഴക്കും അതേസമയം തന്നെ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുറ്റം പറച്ചിലും എല്ലാം കൂടെ മനസ്സിടിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വിചാരിച്ചാൽ അവരെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ജീവിതം അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് യോഗ്യമല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ജീവിതരീതിയും കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓരോരുത്തരും എത്തിപ്പെടാത്ത സംഘർഷത്തിൽ ചെന്ന് അവസാനിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർക്ക് നല്ല ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ ചിന്തിക്കുവാനും അവരുടെ കയ്യിൽ അവർക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ, ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാൻ അവർക്ക് സുബോധങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ മക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ജീവിത ഭാരവുമായി ഭ്രാന്തി പിടിച്ച് നടക്കുന്നുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകണമേ. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭ്യമാകാനല്ല പറ്റാത്ത ആത്മീയ സാഹചര്യമാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഈ പ്രാർത്ഥനയുടെ ജാമ്യത്തിൽ അവരങ്ങ് സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് ഓഫീസുകളിലൊക്കെ എല്ലാം പല സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരെ അവർക്കെല്ലാം സമാധാനം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വീട്ടിലും സമാധാനമില്ല, ഓഫീസിൽ സമാധാനമില്ല, ജോലി ചെയ്യുന്ന ഇടത്ത് സമാധാനം ഇല്ലാതെ സ്വന്തം ആരോഗ്യം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ കർത്താവ് അവരെല്ലാം സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. കടൽ കയറ്റം കൊണ്ട് വലയുന്നവരെ, അതിനെതിരെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ പോരാട്ടങ്ങൾ എല്ലാം ഉത്തരവാദിത്തമുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് കർത്താവ് മനുഷ്യന് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായ ജീവിതം ക്രമീകരിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ ഓപ്പറേഷന് വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക്, ഓപ്പറേഷന്, ട്രീറ്റ്മെൻറ്റിന് എല്ലാം ഡേറ്റ് നിശ്ചയിച്ചതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഭയമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ, അടുത്ത മാസം ഞാൻ എങ്ങനെ ഇരിക്കുമോ, ഇങ്ങനെയൊക്കെ വല്ലാണ്ട് ചിന്തിച്ച് കടകയറുന്നവരെയും വിഷമിക്കുന്നവരെയും ആന്തരികമായ അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ, ചെറിയ മാർഗങ്ങളിലൂടെയാണ് ജീവിച്ചു പോണത്, അവർക്ക് വല്ലാത്ത ചെലവുകൾ വരുന്ന എല്ലാവിധ വിഷയങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവർ സമാധാനത്തിലുള്ള ചിലവ് കൊണ്ട്, വരവ് കൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സമാധാനത്തിൽ പോകുന്നതിന് വേണ്ടി അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരില്ലാത്തതൊക്കെ എല്ലാം വിട്ടും ചുട്ടും, അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടും അധ്വാനിച്ച പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പീഡിതരായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആധ്യാത്മിക വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നവരില്ലേ, ഇപ്പോൾ ചിലർ പറയും നിങ്ങൾ ചോറ് തിന്നുമ്പോൾ പറയും അതിനകത്ത് എന്നാ ഇരിക്കണത്, കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഇതെല്ലാം വലിച്ചു കയറ്റിയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ പിള്ളേരൊക്കെ ഇല്ലേ, പുതിയ തലമുറക്കാരൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ട് കലോറിയൊക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണത്. അവർക്ക് ആവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല. വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട്. ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോടുകൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ബിസിനസ് അല്ല കേട്ടോ, അതായത് കൂടുതൽ ഏണിംഗ് ഉള്ള, കൂടുതൽ വരുമാനങ്ങളുള്ള വചനങ്ങളെ, കൂടുതൽ കൃപ ആർജിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോഴേ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ എനിക്ക് തോന്നുകയെ. അല്ല, ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനങ്ങളുണ്ട് ഇല്ലേ, ചെറിയ വചനങ്ങളില്ലേ, വലിയ വചനം. അപ്പോൾ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ ചെറിയ കലോറിയാണ് ആത്മാവിന് കിട്ടുക, ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ. വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഏതാണ് ചെറിയ വചനം, ഏതാണ് വലിയ വചനം.
വചനമെല്ലാം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഈശോ പറഞ്ഞതാണ്. എന്താണ്? മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ നോക്കിയേ, ഈ റിസൾട്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അത് അപ്പോഴേ നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ നിത്യതയിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിത്യതയിൽ ഇപ്പോൾ രണ്ടും എടുത്ത് നമുക്ക് റിട്ടേൺസ് കുറവായിരിക്കും. അപ്പോൾ ബുദ്ധിയുള്ളവർ ബിസിനസ്സായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വലിയ വചനങ്ങൾ നോക്കിക്കണ്ട് കലോറി കൂടുതൽ കിട്ടുന്നത്, അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് കൂടുതലുള്ള ആത്മാവിന് നല്ല പോഷണങ്ങളുള്ള വചനങ്ങൾ നോക്കി ആണ് പാലിക്കേണ്ടത്. ഇപ്പോൾ ഈശോ പറഞ്ഞ് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞില്ലേ? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കോ. പിന്നെന്താ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചുരിയോ. അപ്പോൾ നോക്കിയാൽ തരണതിനൊരു പരിധിയില്ല. അപ്പോൾ എന്താണ്? കൊടുക്കണതിനും പരിധി ഉണ്ടാവരുതെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സമ്പത്ത് കൊടുക്കാം, അത് ഈസിയാണ്. സമയം കൊടുക്കാം, അത് ഈസിയാണ്. പ്രസൻസ് കൊടുക്കാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. മനസ്സിലായില്ലേ? വലിയ വചനമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് സമയം കൊടുക്കാം, ദാറ്റ്സ് വെരി ഈസി. ഉള്ളവന് കൊടുത്താൽ എന്താ കുഴപ്പമാവും? പിന്നെ എന്താണ്? സമ്പത്ത് കൊടുക്കാം, പിന്നെ സമയം കൊടുക്കാം, പിന്നെ എന്ത് കൊടുക്കാം? സമയം കൊടുക്കാം. കുറേ സമയമൊക്കെ ചിലവർക്ക്, പക്ഷേ സാന്നിധ്യം കൊടുക്കാം. അയ്യോ, അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് സാന്നിധ്യം, രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കണത്. സാന്നിധ്യത്തിൻ്റെ ഇതിൽ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കണത്. അപ്പം അതൊക്കെ വരുമ്പോഴാണ് അമർത്തി, പിന്നെന്താണ്? കുലുക്കി, അപ്പോഴും അളവ് കൊടുക്കണേ, നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചൊരിയുക. അപ്പോൾ കർത്താവ് തരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വലിയ വചനങ്ങൾ പാലിക്കുന്നത്. ചെറിയ വചനം, ഇപ്പം 5:19 ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ടെന്ന് പറഞ്ഞു. ചെറിയ വചനം എന്ന് പറയുന്നത് കുറച്ച് ഇൻകം മാത്രം കിട്ടുന്ന, മാർജിൻ മാത്രമുള്ള വരുമാനമുള്ള വചനങ്ങൾ. വലിയ വചനങ്ങൾ എന്ന് പറയുന്നത് പല പല വചനങ്ങൾ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് വലിയ വചനം. അതിൻ്റെ തന്നെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പറയണത്. എന്താ പറയണത്? വലിയ വചനങ്ങളെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലാണെന്ന്. എന്താണ്? ചെറിയ വചനമുണ്ട്, 5:19 മത്തായി 5:19 ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനമുണ്ട്. പക്ഷേ വലിയ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ചില വചനങ്ങൾ പാലിക്കുന്നതിന് നമുക്ക് സമ്പത്ത് കൊടുത്താൽ മതി, ദാറ്റ് ഈസ് ഈസി. കുറച്ചുകൂടി ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമ്മൾ പിന്നെന്ത് കൊടുക്കണം? നമ്മുടെ സമയം കൊടുക്കണം. പിന്നെ എന്താണ്? കുറച്ചുകൂടി അതിനേക്കാൾ ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സാന്നിധ്യം കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കലോറികളിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്, ദൈവനം കിട്ടുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ കയറി ഇതുപോലൊരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇത്രയും നാൾ ഈ സാക്ഷ്യം പറയാതിരുന്നതിന് ക്ഷമ പറഞ്ഞുകൊണ്ടും ഞാനെൻ്റെ സാക്ഷ്യം തുടരുന്നു. എൻ്റെ പേര് സുലേഖ വിജയൻ. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ല മാരാരിക്കുളത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2016 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് എനിക്കൊരു വലിയൊരു കടബാധ്യത, ജപ്തി നേരിടുന്ന ഒരു വലിയൊരു ബാധ്യത എൻ്റെ ഭവനത്തിനുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്താണ് കൃപാസ്ഥാനത്തിൽ ഉടമ്പടിയെപ്പറ്റി അറിയുന്നതും ഇവിടെ അമ്മ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ എത്തുന്നതും ഉടമ്പടി എടുക്കുന്നതും. പക്ഷെ അന്നൊന്നും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയുടെ നിബന്ധനകൾ എന്താണെന്നോ ഒന്നും അറിയാതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും നാളും എൻ്റെ സാക്ഷ്യം മാറിപ്പോയതും. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയെ മറന്നെങ്കിലും ഉടമ്പടിയിൽ ഞാൻ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഞാൻ അമ്മയെ അറിഞ്ഞു വളരുന്ന ആളാണ്. അതുകൊണ്ട് അമ്മയും തിരുക്കുമാരനും
പുരുഷന്മാരനെ അറിഞ്ഞു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഉടമ്പടിയുടെ 90 ദിവസം മാത്രം ഉടമ്പടി പാലിച്ചാൽ മതിയെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എൻ്റേത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെ കണ്ടിരുന്നത്. അപ്പോഴെനിക്ക് അച്ഛൻ്റെ ടോക്ക് കേൾക്കുവാനോ ഒന്നും ഒരു സാഹചര്യത്തിൽ എനിക്ക് സ്മാർട്ട് ഫോണൊന്നും അങ്ങനത്തെ ഉള്ളൊരു TV ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ മേലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ ഈ ഉടമ്പടിയുടെ 90 ദിവസം ഇതെല്ലാം പാലിച്ചു. ഇവിടെ വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തെ ഇത്ര അടുത്തായിട്ട് പോലും ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് വരികയോ ഒരു കാര്യം വേറുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തോ ഇല്ല. പക്ഷേ അമ്മ മാതാവ് എന്നെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ കൂടെ ഉള്ളതിനാൽ അമ്മ മാതാവ് എന്നെ കൈപ്പെട്ടില്ല. ഞാനിവിടെ എൻ്റെ ജപ്തി ആയപ്പോഴത്തേനും 2019 ഇവിടെ നമ്മുടെ കൃപാസനത്തിൽ വീണ്ടും വന്നു. പ്രാർത്ഥന പറയാൻ വേണ്ടി ഇവിടെ മാതാവിനെ കാണാൻ വന്നപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇരുന്ന് നമ്മുടെ നിയോഗങ്ങൾ എഴുതുന്ന രണ്ട് ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പക്ഷേ നിയോഗം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു, വേറൊരു ഒരു പെൺകൊച്ചും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അവസരമാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഭവനം ജപ്തി ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല, ഞാൻ മാതാവിനെ കാണാൻ വന്ന. പക്ഷേ മാതാവിനെ ഇവിടെ അകത്തോട്ട് കയറ്റിവിടത്തില്ല, മോള് നിയോഗം എഴുത്തന്നിട്ട് പൊയ്ക്കോ. പക്ഷേ ആ സിസ്റ്റർ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളുടെ ഭവനം ഒരിക്കലും ജപ്തി ചെയ്തു പോകാൻ മാതാവ് അനുവദിക്കത്തില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവ് പറഞ്ഞ വാക്കായിട്ട് വിശ്വസിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് പോയി. അതിനുശേഷം ഒരു അദാലത്ത് പെട്ടെന്ന് തന്നെ 2019 കോവിഡ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നായിരുന്നല്ലോ ജപ്തി നടപടികളുടെ കാര്യങ്ങൾ. അപ്പം തന്നെ അദാലത്ത് വന്നപ്പോഴത്തേനും എൻ്റെ മകൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോൺ എടുക്കുന്നത്. പക്ഷേ പലിശ മാത്രം അടയ്ക്കാനേ പറ്റുള്ളൂ, മുതലൊന്നും എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ഭവനത്തിൽ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാതിരുന്ന സമയത്താണ് അദാലത്ത് വന്ന് ഞാൻ അദാലത്ത് വിളിച്ചപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊന്നും പാലിക്കുന്നില്ലെങ്കിൽ, ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കുന്നില്ല, മാതാവിനെ കൈവിടത്തില്ല. ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോണത്. കൃപാസന അമ്മേ, ഞാൻ അവിടെ വന്നപ്പോൾ അമ്മ മാതാവ് എന്നോട് ആ സിസ്റ്ററിലൂടെ പറഞ്ഞുവല്ലോ എൻ്റെ ഭവനം ജപ്തി ചെയ്യത്തില്ലെന്ന്. മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എൻ്റെ കൂടെ വരണേ, എന്നെ വഴി നടത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാങ്കിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ അതേപോലെ അദാലത്തുള്ള വിദ്യാഭ്യാസ ലോണും പല ലോണുകളുമുള്ള ഒത്തിരി മക്കൾ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ച് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. മാതാവ് പറഞ്ഞ ഒരു മാതാവിലൂടെ ഞാൻ കേട്ട ആ വാക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അദാലത്തിൽ അവർ വിളിച്ചപ്പോഴത്തേനും അവിടുത്തെ ബാങ്കിലെ ഏറ്റവും വലിയൊരു മേലുദ്യോഗസ്ഥനാണ് വന്നത്. മാനേജർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ള ഒരു മനുഷ്യർക്കും അവർ കരഞ്ഞു കാണിച്ചിട്ടോ അവർക്കൊന്നും ഇളവ് ചെയ്യാത്തൊരു കാര്യം 4 ലക്ഷം രൂപ എന്നുള്ളത് അദാലത്ത് പ്രമാണം എനിക്ക് 60,000 കുറച്ച് തന്നു. അത് ഈ അവസരത്തിൽ എൻ്റെ അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് അത്രയും പൈസ കുറച്ച് തന്നത്. എൻ്റെ സാഹചര്യം അറിയാവുന്ന എൻ്റെ മാതാവിനെ എന്നെ മാതാവ് അത്രമാത്രം എന്നെ നയിക്കുന്നുവെന്ന് എനിക്കത് മനസ്സിലായി. 60,000 രൂപയായിട്ട് കുറച്ച് വന്നിട്ട് 60,000 രൂപ പോയിട്ട് 600 രൂപ പോലും അടയ്ക്കാനുള്ള നിവൃത്തി ആ സമയം എനിക്കില്ല. അവിടെ വീണ്ടും അത് അങ്ങനെ തന്നെ അദാലത്തായി, പിന്നെ അത് കേസായി. പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു 3 ലക്ഷം രൂപയോളം ഇതെല്ലാം എൻ്റെ മകനാണ് എടുത്തത്. മകന് വേണ്ടിയാണ് എടുത്തത്. മകൻ പഠനത്തിനെടുത്തതാണ് 4 ലക്ഷം രൂപ. അതാണ് 60,000 രൂപയായിട്ട് കുറച്ച് തന്നത്. വീണ്ടും മകന് ഒരു ബ്യൂട്ടീഷ്യൻ സെൻറ്റർ തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അതിനും പോയി 4 ലക്ഷം രൂപ എടുത്തു. ഞങ്ങൾ അന്ന് മാതാവിൻ്റെ ഒന്നും ഇപ്പോഴാണെങ്കിലും എല്ലാ തീരുമാനവും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യും. അന്ന് പക്ഷേ അങ്ങനെയുള്ള ഒരു നിറവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു മെറിറ്റി തന്നെ എല്ലാം നമ്മുടെ മകൻ അത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ അതൊന്നും ദൈവഹിതമായിരുന്നില്ല. ദൈവം പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം അതും അവിടെ അനുഗ്രഹമായില്ല. ആ സ്ഥാപനം നഷ്ടപ്പെട്ടു. അവൻ 10 പൈസ പോലും അടച്ചില്ല. 3-4 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഞങ്ങൾക്ക് കടബാധ്യത വരുത്തി. അവിടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതും ഞങ്ങൾക്ക് ഈ സമയം കോവിഡ് കഴിഞ്ഞപ്പം ജപ്തി എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പം 3 ലക്ഷം രൂപയാണ് ഉടനെ അടയ്ക്കേണ്ടത്. ഞാനിരുന്ന് മാതാവിനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ. മാതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഭവനം ജപ്തി ചെയ്ത് പോകാൻ അനുവദിക്കത്തില്ലെന്ന്. ആ ഒരു വിശ്വാസത്തിന് മുറുകെ പിടിച്ച് മാതാവേ ഞാൻ ജീവിക്കുകയാണ്, മാതാവേ എനിക്കൊരു വഴി ആ ബാങ്കിൽ ചെയ്തതുപോലെ എനിക്കൊരു വഴി എനിക്ക് തെളിച്ച് തരണമേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബാങ്കിലെ ആൾക്കാർ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ട, ഇപ്പം തന്നെ കൊണ്ടുവന്ന് അടയ്ക്കുവാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ആ ബാധ്യത തീർത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 ലക്ഷം രൂപയും അടയ്ക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേനും എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകള് ഞങ്ങളോട് പറയുവാണ്, സ്വർണം കൊണ്ട് പണയം വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ബാധ്യത തീർത്തരാൻ. അവിടെയും മാതാവ് ഒരു വ്യക്തിയിലൂടെ ഞങ്ങളെ
ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ സമയം അതിന് ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ വ്യക്തികളിലൂടെ മേടിച്ചെങ്കിലും ഞങ്ങൾക്ക് 8 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചുറ്റുമായിട്ട് കടബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത കൊടുക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒക്ടോബറിലെ ജവമാല റാലിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുവാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു, മാരാരിക്കുളത്തുനിന്നല്ലേ ജവമാല റാലി, മാരാരിക്കുളത്തുനിന്ന് കയറിയാൽ മതി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ മാതാവ് അറിയണം, ഞാൻ മാതാവ് തന്ന നന്മകൾക്ക് മാതാവിനോട് ചെന്ന് പറഞ്ഞിട്ട് വേണം, എൻ്റെ നിയോഗം മാതാവിൻ്റെ അടുത്ത് അർപ്പിച്ചതിന് ശേഷം വേണം എനിക്ക് ജവമാല റാലിയിൽ പങ്കെടുക്കുവാൻ. എൻ്റെ ഒരു ശകലം പോലും നടക്കാൻ മേലാത്ത അവസ്ഥ. എനിക്ക് ഫൈലേറിയയുടെ അണുക്കൾ എൻ്റെ കാലിന് മന്ത് പോലെ ബാധിച്ചിരിക്കുന്ന സമയമാണ്. തുള്ളി പോലും നടക്കാൻ മേല. നടന്നു കഴിഞ്ഞാൽ എനിക്ക് കാലിന് വേദനയാണ്. ഞാൻ ഇവിടെ വന്ന് കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ അമ്മയുടെ ജവമാല റാലിയിൽ ഈ മാരാരിക്കുളത്ത് വന്നിട്ട് 10-30 വർഷമായിട്ട് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുക മാതാവേ. പക്ഷേ എനിക്ക് ഒരിടത്തും ഇരുത്താതെ അമ്മ മാതാവ് തന്നെ എൻ്റെ കാലിന് ബലം തന്ന് എന്നെ അവിടെ എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം മാതാവ് എന്നെ ഒരു വഴിയിൽ പോലും ഇരുത്താതെ എന്നെ അർത്തുങ്കപ്പള്ളി വരെയും കൊണ്ടുപോയി എത്തിച്ച് ആ ജവമാല റാലി മുഴുവനും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, എൻ്റെ മാതാവേ, എനിക്ക് കടം വീട്ടുവാൻ ഒരു വഴി കാണിച്ചു തരണമേ, ചുറ്റുപാട് മുഴുവനും എനിക്ക് കടം കൊടുക്കാനുള്ള ആൾക്കാരെ ഉള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് ഞാൻ ആ നിയോഗം വെച്ച് അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് ആ ഒരു പ്രാർത്ഥന, ആ ഒരു ജവമാല റാലി പങ്കെടുത്തതിന് ശേഷം ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് അതിന് ഒരു വഴി തെളിച്ചു തന്നു. എൻ്റെ അനിയത്തിയുടെ കുടുംബം ഷാർജയിലുണ്ട്. ആ അനിയത്തിയുടെ കുടുംബത്തിൻ്റെ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ മാതാവ് എൻ്റെ 8 ലക്ഷം രൂപയും ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് മുമ്പ് തന്നെ എൻ്റെ മാതാവ് എനിക്കത് സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഈ ഒരു അവസരത്തിൽ ഞാൻ അതിനു വേണ്ടി ആ മക്കളെ ഓർത്തും, ആ കൊണ്ടുപോയ മക്കളെ ഓർത്തും എനിക്ക് വഴി തെളിച്ചു തന്ന മാതാവിനെയും തിരുക്കുമാരനെ ഓർത്തും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 10-25 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഇടണമെന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. എത്ര കണ്ടിട്ടും അത് ഞങ്ങൾക്ക് സാധിച്ചെടുക്കുക. അതിന് കല്ല് വരെ ഇട്ടത് 25 വർഷം മുമ്പ്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ, ഞങ്ങൾക്കിതിനൊരു വഴി തെളിച്ചു തരണമേ. ഞങ്ങളെ പരിസരത്തുള്ള എല്ലാ മക്കളും ഞങ്ങളെ കളിയാക്കുവാൻ തുടങ്ങി. എന്തേ നിങ്ങളൊരു സ്ഥാപനം ഇട്ടിട്ട് ഇതുവരെയായിട്ടും നിങ്ങൾക്കത് പൊങ്ങി വന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മാതാവി വിശ്വസിച്ച് പറഞ്ഞു, മാതാവേ, നീ തരാതെ, നിൻ്റെ തിരുക്കുമാരൻ തരാതെ ഒന്നും ഞങ്ങൾക്കില്ലല്ലോ അമ്മ മാതാവേ. നീയാണല്ലോ ഞങ്ങളുടെ തലമുടി 4 ഇഴ പോലും പൊഴിയുന്നുണ്ട്, നീ അറിഞ്ഞിട്ടാണല്ലോ മാതാവേ. ഞാൻ അത്രയും മാതാവിനെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലെ തൊട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരു ഈശോയെ വിശ്വസിച്ച് ഞങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്കൊരു സ്ഥാപനം നൽകി. ഈ പറയുന്നവരുടെ മുമ്പിൽ സങ്കീർത്തനം 34:5 തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ നോക്കിയ പ്രകാശിതരാകും ലജ്ജിതരാകുവാൻ ഇടയാവുകയില്ലെന്ന വചനത്തിന് ശക്തിയാൽ എൻ്റെ അമ്മ മാതാവേ, ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തലയുയർത്തി പിടിക്കാൻ ഞങ്ങളുടെ ഈ വീട്ടിലൊരു സ്ഥാപനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു നല്ലൊരു സ്ഥാപനം നൽകി എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരാകാൻ എന്നെ ഇടയാക്കാതെ എൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ അവിടെയും എന്നെ അനുവദിച്ചു. എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഈശോയെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? പക്ഷേ എനിക്ക് നേടാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഏറ്റവും വലിയൊരു എനിക്ക് ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ ഷാർജയിൽ ജോലിക്ക് പോയപ്പോൾ, പക്ഷേ എനിക്ക് അവിടെയെല്ലാം ഇന്ന് ഞാൻ ഈ സ്ഥലത്താരെ കയറി ബലം പ്രാപിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തെ, എൻ്റെ ദൈവത്തിലെ വിശ്വസിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ നിലനിൽക്കത്തില്ല. പക്ഷേ അവിടെയും എൻ്റെ അമ്മ എനിക്കൊരു വചനം പറഞ്ഞു തന്നു. ഞാൻ കരഞ്ഞ് ആകെ അമ്മ എന്നോട് ചോദിച്ചു, നീ ഈശോയെ വിശ്വസിക്കുന്നവളല്ലേ, നീ മാതാവിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നില്ല, മാതാവ് എന്തേലും സഹനം സഹിച്ചു, നീ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിപ്പോലും എത്തിയിട്ടില്ല, പിന്നെ നീ എന്തിനാ എങ്ങനെ കടന്ന് ഇത്ര ബുദ്ധിമുട്ടുന്നത്? നീ മാതാവിലെല്ലാം അർപ്പിച്ച് ജീവിക്കുന്നവളല്ലേ. അതുകൊണ്ട് ഒരു വചനമുണ്ട്, യേശയ്യ 54:5 തിരുവചനം, നിൻ്റെ സ്രഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാകുന്നു എൻ്റെ നാമം. അത് ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ആ ഒരു വചനത്തിൽ വിശ്വസിച്ച്. കാരണം പലതും ഞാൻ എൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ വചനങ്ങൾ വായിക്കാനും ഈശോ തരുന്ന ഈശോയുടെ വചനങ്ങളെല്ലാം, തിരുവചനങ്ങളെല്ലാം, വാഗ്ദാനങ്ങളെല്ലാം സത്യമാണല്ലോ. ആ സത്യവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന, ഈശോയെ മുറുകെ പിടിച്ച്, മാതാവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മകളാണ് ഞാൻ. അപ്പോൾ ആ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഇന്ന് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് നിന്ന് ഈ ഒരു സങ്കടത്തിലും ഈ ഒരു സഹനത്തിലൂടെയും ഞാൻ ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. ഇത്രയും നല്ലൊരു സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പേടിയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുവാനായിട്ടും എനിക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എന്താ പറയേണ്ടതെന്ന്, എങ്ങനെ തുടങ്ങണമെന്നോ ഒന്നും എനിക്കറിയാൻ മേല. പക്ഷേ അമ്മ മാതാവ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ച് തന്ന് എന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ.
ഞാൻ പല പ്രാവശ്യം ഈ സാക്ഷ്യം മാറ്റി മാറ്റി പോയതാണ്. രണ്ടാമത്തെ പുതുക്കലാണ്. ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോൾ തന്നെ എൻ്റെ ഈ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാമായിരുന്നു. അപ്പോഴും ഞാൻ പേടിയായിട്ട് ഞാൻ പോയി. പക്ഷേ ഇപ്പോൾ എപ്പോഴും ഞാൻ ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി VP ജോസഫ് അച്ഛൻ പറയുന്നു, സാക്ഷ്യങ്ങൾ ഒത്തിരി നല്ല സാക്ഷ്യങ്ങളൊക്കെ കയ്യിലുള്ളവർ സാക്ഷ്യം പറഞ്ഞ് മാറ്റണമെന്ന്. അതുകൊണ്ട് ഞാനിന്ന് ഉപവാസം എടുത്ത് ഓടി വന്നിരിക്കുക ഈ സാക്ഷ്യം പെടുത്താനായിട്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉപവാസം എടുത്തുനിന്ന് വരുവാണേ, ഈ സാക്ഷ്യം പറയാതെ എന്നെ ആൾത്താരയിൽ നിന്ന് എന്നെ ആ കൃപാസനത്തിൽ നിന്ന് പുറത്തിറക്കരുതേ, എന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അങ്ങനെ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായാലും എനിക്കിവിടെ വന്ന് വിറകൂടാതെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചതിനോ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം നിർത്തുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഇവിടുന്ന് കിട്ടുന്ന പത്രം മേടിച്ച് ഞാൻ എല്ലാ ജനങ്ങളുടെ കയ്യിലും എത്തിക്കും. പിന്നെ അലക്ഷ്യമായിട്ട് ആശുപത്രിയിലും പള്ളികളിലൊക്കെ കിടക്കുന്ന കൃപാസന പേപ്പർ എടുത്ത് അത് ആൾക്കാരുടെ കൈകളിൽ പറഞ്ഞ് എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് തളർന്നു കിടക്കുന്ന കുഞ്ഞാണ്. അതുപോലെ തളർന്നു കിടക്കുന്ന സ്ഥാപനത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുന്ന അവർക്ക് ഞാൻ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ മാതാവിനെയും ഈശോയിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത്രയും പ്രാർത്ഥനാ ചൈതന്യം, ഇത്രയും നിറവും പരിശുദ്ധാത്മാവിനെയൊക്കെ ലഭിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിത് പറയുന്നുണ്ടെങ്കിലും എൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് 10 പേരെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുന്നതെന്നുള്ള വെപ്രാളം കൊണ്ട് ഓടിപ്പോകുന്ന ആളായിരുന്നു. പക്ഷേ ഇവിടെ നിന്നിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയത. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 17 തിരുവചനം. ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അചഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശപഥത്താൽ ഈ തീരുമാനം ഉറപ്പിച്ചു. സുലേഖ നമ്മോട് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വിവരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ നിറവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വെളിപാടുകളെക്കുറിച്ചും തനിക്ക് ഈ അൾത്താരയിലേക്ക് കയറി നിൽക്കുവാനുണ്ടായ യോഗ്യതകളെക്കുറിച്ചുമെല്ലാം നമ്മോട് വിവരിക്കുകയായിരുന്നു. വളരെ നിഷ്കളങ്കമായ ഒരു നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും ഈശോ ഉത്തരം നൽകുന്നതായിട്ടും നമുക്കറിയാം. താൻ കടം കൊണ്ട് മൂടി കടത്തിൽ മുങ്ങി ഒരു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പൊങ്ങി വരുന്നത്. ഇവരുടെ കുടുംബത്തിലുണ്ടായ എല്ലാ അപകട സാധ്യതകളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ ഇവരെ കരകയറ്റിയത് പത്രോസിന് കൈകൊടുത്ത് കരം പിടിച്ചുയർത്തതുപോലെ ഈ മകൾക്ക് വചനത്തിൽ ജീവിക്കാനും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ സ്ട്രോങ് കൺവിക്ഷനുള്ളൊരു ജീവിതമാണ് ഇന്ന് ഈ മകൾ ഉറപ്പിക്കുന്നത്. എൻ്റെ അമ്മ കൂടെയുണ്ട്, എനിക്ക് ഈശോ മാത്രം മതി എന്ന വലിയ തീരുമാനത്തിലേക്ക് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെയുള്ള ഒരു വലിയ എന്നെ ഈശോയിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഒന്നിനും സാധിക്കുകയില്ല എന്ന വലിയൊരു ബോധ്യത്തോടെയാണ് ഇന്ന് സുലേഖ ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. കടം കൊണ്ട് മൂടി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ബാങ്കിലും മറ്റെല്ലാ കടബാധ്യത ഉള്ളവരുടെയും നേരിടാൻ വലിയ നമുക്കറിയാം പരിശുദ്ധ അമ്മ ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയാണ്. 4 ലക്ഷം എന്നുള്ളത് ഒരു 60,000 രൂപ എന്നാക്കി കൊടുക്കുന്ന ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയെ നമുക്ക് ഈശോ നൽകിയിട്ടുണ്ട്. സമയച്ചുരുക്കത്തിൻ്റെ ഒരു അമ്മയെ നമുക്ക് ഈശോ നൽകിയിട്ടുണ്ട്. ഈശോയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നുള്ളതിന് വലിയൊരു തെളിവാണ് സുലേഖയുടെ ഈ സാക്ഷ്യം. സുലേഖയ്ക്ക് വലിയ ഒരു ഓഫറാണ് കൊടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഷാർജയിൽ പോയി ജോലി ചെയ്യാനും അവിടെ നിന്ന് തൻ്റെ കുടുംബത്തെ കരകയറ്റാനും അവിടെ നിന്നുള്ള ഒരു വലിയ പ്രചോദനത്തിൽ നിന്ന് തൻ്റെ മകൻ്റെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഒരു വലിയ സേവനം ചെയ്യുവാനായി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ മാറ്റിവെക്കാനുള്ള വലിയ വലിയ പദ്ധതികൾ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് തൻ്റെ ഒരു ജീവിതശൈലിയാക്കിയതാണ് ഈ വലിയ സാക്ഷ്യം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജപമാല റാലിയിൽ ഈ സഹോദരി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് എൻ്റെ കാലുവേദനയേക്കാൾ കൂടുതൽ അമ്മയും ഈശോയും അനുഭവിച്ച വേദനകൾ എനിക്ക് 1% പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ജപമാല റാലി അവസാനിപ്പിക്കാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചതെന്ന് പറയുന്നു. ഇതെല്ലാം വലിയ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണെന്ന് നമുക്കറിയാം. ഈശോയുള്ള സ്നേഹം മൂലം നാം എന്തു തന്നെ ചെയ്യാനും തയ്യാറാകുന്ന ഒരു വലിയ വ്യക്തിബന്ധത്തിലേക്ക് നാം ഈ ഉടമ്പടി നമ്മെ നയിക്കുന്നു എന്ന് നമുക്കറിയാം.
ഇവരുടെ ഒരു ജീവിത വരുമാന മാർഗമായി ഇന്ന് മകന് വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ സെൻറ്റർ തുറക്കുവാനും ഈ അമ്മയ്ക്ക് അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒരുക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഇവർക്ക് പ്രാപിച്ചു കൊടുത്തു എന്ന് നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇതെല്ലാം ദൈവിക തീരുമാനങ്ങളായിരുന്നില്ല എന്നൊരു തിരിച്ചറിവായത് ഈ അമ്മ ഇന്ന് തിരിച്ചറിയുകയായിരുന്നു. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സഹോദരിയുടെ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുന്നവരെല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള കൃപ ലഭിക്കണമെന്ന് എല്ലാ മക്കൾക്കും വേണ്ടി, ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു